ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുക. ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൃഷിക്കാരന്റെ സമരത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നിലപാടാണ്. രാജ്യചരിത്രത്തിലെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കിയത്. രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ, പൊതുവിതരണ സമ്പ്രദായം, കാർഷിക മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ, എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായിട്ടും പാർലമെന്റ് പാസാക്കിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് കർഷകർ നടത്തിവരുന്ന വലിയ പോരാട്ടങ്ങൾ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ശക്തമായ പ്രതിഷേധമായിട്ട് മാറി. സാധാരണഗതിയിൽ കൃഷിക്കാർ ഉയർത്തിയ വിഷയങ്ങളുടെ ന്യായമായ ഭാഗം അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ നാം കാണുന്നത് ആദ്യം അവിടെ വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചു. ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. വെളിച്ചവും ശുദ്ധജലവും നിഷേധിക്കാൻ പാടില്ലായിരുന്നു. തുടർന്ന് പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് സമരക്കാരെ ഭീകരമായി മർദ്ദിച്ച് ഒതുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് പിന്തുണ നൽകിയ സാമൂഹ്യ വിരുദ്ധർ, RSSകാരുൾപ്പെടെ മുഖം മൂടിയിട്ട് വന്ന് സമരത്തിൽ പങ്കെടുക്കുന്നവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ പൈതൃകത്തിന് വലിയ കളങ്കമേറ്റ ദിവസമാണിത്. രാഷ്ട്രപതി ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന ദേശീയ പ്രസ്ഥാനത്തിൽ
ഏറ്റവും മികവാർന്ന ദേശാഭിമാന കവിതകൾ എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട വള്ളത്തോളിൻ്റെ വരികൾ പാർലമെന്റിൽ വായിച്ചതിന് ശേഷം നമുക്കൊട്ടും അഭിമാനം തോന്നാത്ത തരത്തിൽ ഈ കർഷക സമരത്തെ ഭീകരമായി അടിച്ചമർത്തുന്നു എന്നത് ഈ നാടിന് ഏറ്റവും അപമാനമുണ്ടാക്കിയ കാര്യമാണ്. ഹിന്ദുത്വ തീവ്രശക്തികൾ നമ്മുടെ നാടിനെ എത്രത്തോളം അപകടത്തിലാക്കുമെന്നും അവർ പൂർണ്ണമായും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാവുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ പ്രയാസകരമാക്കുന്ന നയങ്ങൾ നിർബാധം തുടരുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലോകത്തിന് ഏറ്റവും വലുത് ഇപ്പോൾ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ പണം നാം കൊടുക്കുകയാണ്. അത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഈ ഭരണത്തോടുള്ള കടുത്ത എതിർപ്പുണ്ട്. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് യാതൊരു സാമൂഹ്യ സുരക്ഷയും ലഭിക്കുന്നില്ല. തീവ്ര വർഗീയതക്കപ്പുറത്ത് ജനങ്ങൾക്ക് അനുകൂലമായ ഒന്നും നൽകാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് BJP എന്നിപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടു. BJPയുടെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരായ ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങൾ രാജ്യവ്യാപകമായി വളർന്നു വരും എന്നത് നിസ്തർക്കമാണ്. കേരളത്തിലെ ഇടതുപക്ഷം, വിശേഷിച്ച് CPIM ഈ നയങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മുന്നിൽ അണിനിരന്നുകൊണ്ട് ബഹുജനങ്ങളെ ഈ നിലപാടിന് എതിരായിട്ട് അണിനിരത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം 6-ന് ഇപ്പോൾ LDF കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾക്കെതിരായി സായാഹ്ന പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധ സമര പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും പങ്കാളിത്തവും CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കേരളത്തിൽ കോൺഗ്രസ് കൂടുതലായി നമ്മുടെ നാട്ടിലെ മതാധിഷ്ഠിത രാഷ്ട്രീയ ചേരിയുമായി കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായും രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതവര് തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലെ മുസ്ലിം ജനവിഭാഗത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയ ചേരിയിൽ അണിനിരത്തുക എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രവർത്തനം വിപുലപ്പെടുത്താനാണ് വെൽഫെയർ പാർട്ടിയെ അവർ ഉപയോഗപ്പെടുത്തുന്നത്.
കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു മുന്നണി കോൺഗ്രസ് രൂപീകരിച്ചത് കണ്ടുപിടിക്കപ്പെട്ടു. ആ മുന്നണിയെ ജനങ്ങൾ നിരാകരിച്ചു. ഇപ്പോഴും കോൺഗ്രസ് ആ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടരുകയാണ്. നിരവധി പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ കോൺഗ്രസുകാർ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് ഗുണം നൽകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഇവിടെ ഹിന്ദുത്വ ശക്തികൾ നമ്മുടെ നാട്ടിൽ അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും വിദ്വേഷത്തിൻ്റെതായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമാണ്. ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം സമൂഹത്തിൽ സൃഷ്ടിച്ച് മതപരമായ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നിലപാടിനെ എതിർക്കുക എന്നതാണ് പ്രധാനം. അതിനു പകരം മറ്റൊരു മതമൗലികത ചേരി ഉണ്ടാക്കുക എന്ന നിലപാടല്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. ഒരു ഘട്ടത്തിലും ഒരുതരം ചാഞ്ചാട്ടവും ഈ വിഷയത്തിൽ CPIM-നുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഉറച്ച മതനിരപേക്ഷ നിലപാടുള്ള പാർട്ടിയാണ് CPIM. എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇവിടെ BJP അധികാരത്തിൽ വന്നപ്പോൾ അവര് ഒന്നൊന്നായി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. അവര് ജമ്മു കശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കിടന്നു. പൗരത്വ ഭേദഗതി നിയമം പാസാക്കി. ഈ രണ്ട് സന്ദർഭത്തിലും ഏറ്റവും ശക്തമായ വിമർശനം അതിനെതിരായിട്ട് ഉയർത്തിയത് CPIM-ആണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് CPIM-ആണ്. നമ്മുടെ മതേതര നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രധാനമന്ത്രി അയോധ്യയിൽ ശിലാസ്ഥാപനം നടത്തുന്നതിനെ വിമർശിച്ചത് CPIM-ആണ്. ഇപ്പോ ഉത്തർപ്രദേശ് ഗവൺമെന്റ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൽ നിർബന്ധമായി പിരിവ് നടത്തുന്നതിനെ എതിർക്കുന്ന പാർട്ടിയും എതിർത്ത പാർട്ടിയും CPIM-ആണ്. BJP-യുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഉറച്ച നിലപാടുമായി, ചാഞ്ചാട്ടമില്ലാത്ത നിലപാടുകളുമായി CPM ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി എല്ലാ വിഭാഗത്തെയും ഒരുമിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. അതാണ് CPM-ന്റെ നിലപാട്. ആ CPM-നെയാണ് ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നത്. BJP-ക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPM-നെയാണ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി കൊണ്ടുള്ള ഇഷ്ടിക കൊടുത്തയച്ചത്
കോൺഗ്രസിന്റെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥാണ്. വെള്ളികൊണ്ടുള്ള ഇഷ്ടികയാണ് കൊടുത്തയച്ചത്. അതാണ് കോൺഗ്രസ് നിലപാട്. തൊട്ടടുത്ത പോണ്ടിച്ചേരി അടുത്ത ദിവസങ്ങളിലാണ് കോൺഗ്രസ് മന്ത്രിമാർ കൂട്ടത്തോടെ BJP-യിൽ ചേർന്നത്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ നിരവധി പഞ്ചായത്ത് വാർഡുകളിൽ BJP-ക്ക് വോട്ട് ചെയ്തില്ലേ? ജമാഅത്തെ ഇസ്ലാമി അതിൽ അഭിനന്ദിക്കുകയാണ്. BJP-ക്ക് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനെ മതനിരപേക്ഷ നിലപാടായി കാണുക, അതിനെതിരായി ശക്തമായ നിലപാടെടുത്ത CPIM-നെ വർഗീയവാദികളായി ചിത്രീകരിക്കുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. നമ്മുടെ നാട്ടിലെ മത ന്യൂനപക്ഷം, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഇത്തരം മതാധിഷ്ഠിത നിലപാടുകളെ അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള രാഷ്ട്രീയ വിഭാഗമല്ല. മുസ്ലിം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അപകടകരമായ നിലപാടിനെ നിശിതമായി വിമർശിക്കുകയാണ്. അവരുമായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കൂട്ടുകൂടുന്നത് കോൺഗ്രസ് മാത്രമാണ്. അപകടകരമായ ഈ കോൺഗ്രസ് നിലപാടിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അതിപ്പോ കോൺഗ്രസിന്റെ നിലപാടുകളെ, സ്വന്തം രാഷ്ട്രീയ നിലപാടിനെ ഒരു മടിയും കൂടാതെ ഈ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഇപ്പോ നമ്മുടെ റിസർവേഷനുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിലെ നിലപാടുമായി ബന്ധപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും. 10% സംവരണം, റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് നൽകുക എന്നത് കോൺഗ്രസ് നിലപാടല്ലേ? ആ നിലപാടിന്റെ ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിന്നില്ലല്ലോ. അവർ അതിനെതിർപ്പ് പ്രകടിപ്പിച്ച ശക്തികളുമായി സഖ്യപ്പെടുകയാണല്ലോ ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പാടില്ല എന്നാണല്ലോ പൊതുവെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാട്. ആ നിലപാടും കേരളത്തിലെ കോൺഗ്രസുകാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-നെ നയിച്ച നേതാവായിരുന്നു. ആ സമയത്തല്ലേ ഈ നേമം മണ്ഡലത്തിൽ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി O രാജഗോപാലിനെ കേരള നിയമസഭയിൽ ജയിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത്? അതിന്റെ വിപുലീകരണമല്ലേ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മളിവിടെ കണ്ടത്? BJP-യെ ജയിപ്പിക്കാൻ ഒരു വാർഡിൽ 84 വോട്ടാണല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത്. വോട്ട് മുഴുവൻ മറിച്ച് ചെയ്തു കൊടുത്തില്ലേ? BJP സ്ഥാനാർത്ഥികൾ ജയിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ വർഗീയ ശക്തികൾക്ക് ശക്തി പകരുന്ന തരത്തിലാണ് എന്ന വസ്തുതയെ ചൂണ്ടിക്കാട്ടിയാൽ അത് വർഗീയവാദമാണ് എന്ന് പറയുന്ന ന്യായം എന്താണ് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സ്വാഭാവികമായ ബോധ സങ്കല്പത്തിലെ വിശകലന രീതികളിൽ ഈ വിമർശനം വർഗീയമാവുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇവിടെ വളരെ കൗതുകകരമായ സംഭവമാണ് നടക്കുന്നത്. BJP-യുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നവരാണ് വർഗീയവാദികളാവുന്നത്. വർഗീയവാദികളുമായി സന്ധി ചെയ്യുന്നവരല്ല. മുസ്ലിം മതമൗലികതാവാദവുമായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കി ലാഭമുണ്ടാക്കുന്നു എന്ന് വിമർശിച്ചാൽ വിമർശിച്ചവരാണ് വർഗീയവാദികളാവുന്നത്.
ആ കൂട്ടുകെട്ടുണ്ടാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നവരല്ല. വിചിത്രമായ ഈ ന്യായവാദങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ നാടിത് കാണുന്നുണ്ട്. നാട് മതനിരപേക്ഷതയ്ക്കൊപ്പമാണ്. ഈ നാട് കേരള സമൂഹത്തെ, കേരളീയ സാമൂഹ്യ അവസ്ഥകളെ, ജീവിതാവസ്ഥകളെ വർഗീയമായ ചേരിതിരിവിലൂടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എല്ലാ സന്ദർഭത്തിലും കോൺഗ്രസ്സുകാരാണ്, UDF ആണ്. ചരിത്രത്തിൽ അതങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാ കാലത്തും എടുത്തൊരു നിലപാടുണ്ട്. അത് വർഗീയതക്കെതിരായ നിലപാടാണ്. അത് ഹിന്ദുത്വ വർഗീയതക്കെതിരായി, പ്രധാനമായും അത് ഭൂരിപക്ഷ വർഗീയതയാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദുത്വ വർഗീയതക്കെതിരായ നിലപാടാണ്. അതേസമയം അതിനൊരു മറുവശത്ത് മുസ്ലിം മതാധിഷ്ഠിത രാഷ്ട്രീയം കൊണ്ട് സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്ന നിലപാട് വന്നാൽ അതിനെ വിമർശിക്കുന്നത് തന്നെയാണ് CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാട്. ഇവിടെ ഇപ്പോ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളെ വിശദീകരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കി? ആ ചോദ്യത്തിന് ഉത്തരവില്ല. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ട് കൂട്ടത്തോടെ BJP-ക്ക് കൊടുത്തു? അതിന് ഉത്തരമില്ല. കേരളീയ സമൂഹം ഇതിന്റെ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം ചോദിച്ചാൽ അതിനു പകരം ചോദിച്ചവരെ നോക്കി നിങ്ങൾ വർഗീയവാദികളാണ് എന്ന മറുപടിയല്ല, വ്യക്തമാക്കപ്പെടേണ്ടത് ഇതാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയത് എന്തിനാണ്? ഈ രാഷ്ട്രീയ സഖ്യം നിങ്ങൾ തുടരുമോ? അത് വ്യക്തമാക്കേണ്ടതുണ്ട്, അതറിയേണ്ടതുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഈ മുന്നണിയെ കയ്യോടെ പിടിച്ചു. ഇവരുടെ ഗൂഢാലോചന കയ്യോടെ പിടിച്ചു ജനം. ഇങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കേരളീയ സമൂഹത്തിനുണ്ടായി. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തെ കാത്തുരക്ഷിച്ചത്. അതുകൊണ്ട് കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ദിശയിലേക്ക് കാര്യങ്ങളെ നീക്കാൻ ഇവർ ശ്രമിക്കുന്നു. അതിൽ കോൺഗ്രസും പങ്കുചേരാൻ ശ്രമിക്കുന്നു. ഇത് അപകടകരമായ ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായും നാടിന്റെ നന്മയുടെ മറുപക്ഷത്താണ് ഇപ്പൊ ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിനെ തുറന്നു കാട്ടിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ, അതിന്റെ തകരാറുകൾ അത് തുറന്നു കാണിക്കുക, അതാണ് ഞങ്ങളുടെ സമീപനം. കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുക. കേരള ചരിത്രത്തിലില്ലാത്ത വികസന മുന്നേറ്റമാണ്. ഇന്നലെ ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനം നടന്നു. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നിശ്ചയദാർഢ്യം വിജയിച്ചു എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടു. ഒരാഴ്ച മുമ്പാണ് മേൽപ്പാലങ്ങൾ എറണാകുളം നഗരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അതിലെ യാത്ര ചെയ്തു വരുന്ന ഏതൊരാൾക്കും മണിക്കൂറുകളുടെ ലാഭമാണ്. ട്രാഫിക് ജാമിൽ കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല. വലിയ വികസന മുന്നേറ്റമുണ്ടായി. മികച്ച വാർഷിക ബജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ നടത്താൻ പോകുന്ന പരിശ്രമം ആ വാർഷിക ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളുടെ ഗുണാംശങ്ങൾ എത്രയും പെട്ടെന്ന് കേരളത്തിലെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക്, സ്വയം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക്, കാർഷിക മേഖലയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വയം തൊഴിലുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം സഹായകരമായി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ആ നിലയിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ആവശ്യമായ മുൻകൈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് CPIM നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെതിരായ പ്രക്ഷോഭം ശക്തിപ്പെടുത്താനും ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ഫെബ്രുവരി മാസം 13, 14 തീയതികളിൽ തുടങ്ങി 26-ന് യഥാക്രമം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും സമാപിക്കുന്ന പ്രചരണ ജാഥകൾ വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാനും ഇപ്പോൾ CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പറഞ്ഞോ? നിങ്ങളുടെ ചോദ്യം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇല്ല. അതാണ് വ്യക്തമാക്കേണ്ടത്. അവര് ഈ മത മൗലികതവാദ ശക്തികളുമായി കോൺഗ്രസ്, വിശേഷിച്ച് വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ ഉണ്ടാക്കിയ സഖ്യം കൂടുതൽ വിപുലപ്പെടുത്തുമോ എന്ന് ന്യായമായ സംശയമാണല്ലോ. അത് ന്യായമായ സംശയം. ഇവർ ഒരുമിച്ചുണ്ടാക്കിയത്. അതൊക്കെ CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗിനോടുള്ള CPM നിലപാട് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അറിയാത്ത മാധ്യമ പ്രവർത്തകർ സാധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യം വിപുലപ്പെടുത്താൻ വേണ്ടി പാണക്കാട് പോകേണ്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറിനെ കാണാൻ അവരുടെ ആസ്ഥാനത്ത് പോയത് അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ ഇതൊക്കെ കയ്യോടെ കണ്ടുപിടിക്കപ്പെട്ടപ്പോഴേ ഇത് കയ്യോടെ പിടിച്ചല്ലോ, ജനം നിരാകരിച്ചു. അപ്പോ സഖ്യം തുടരണം. ആ തുടരുന്നതിന് വേണ്ടിയുള്ള ന്യായവാദമാണ് ഈ നിലയിൽ ഉന്നയിച്ചിട്ടുള്ളത്. CPMന്റെ രാഷ്ട്രീയ നിലപാടുകളാണ്. നിലപാടുണ്ട് ഞങ്ങൾക്ക് ഇത്തരം എല്ലാ കാര്യങ്ങളും. വർഗീയതയുമായി ബന്ധപ്പെട്ട് CPIMന്റേത് വ്യക്തമായ നിലപാടാണ്. ഇവര് അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നു, അത് വിജയിച്ചില്ല. കാരണം അങ്ങ് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിലെ ന്യൂനപക്ഷങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സമുദായത്തിലെ ഉൾപ്പെടുന്ന ഒരു സംഘടനയോ ഒരു പാർട്ടിയോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് CPM ആശങ്കപ്പെടണം? UDF-ഉം കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യത്തിൽ വന്ന ജനം തിരസ്കരിച്ചൊരു കൂട്ടുകെട്ട് അത് നടന്നോട്ടെ തീരുമാനിക്കണം. ഒരു തെറ്റായ ആശയത്തിന്റെ പിറകിൽ എത്ര ആളുണ്ട് എന്നതല്ല വിഷയം. അത് തെറ്റായ ആശയമാണ്. ആ ആശയത്തിന് ചുറ്റും നിഷ്കളങ്കരായ ആളുകളെ അണിനിരത്താൻ അവർ പരിശ്രമിക്കും. അത് നമ്മുടെ സമൂഹത്തിന് ദോഷമാണ്. അതുകൊണ്ടാണ് അത്തരം ആശയങ്ങളെ CPIM എതിർക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം രൂപപ്പെടേണ്ട തീവ്ര ഹിന്ദുത്വ വിരുദ്ധമായ ജനങ്ങളുടെ പൊതുയോജിപ്പുണ്ട്. അതിലെല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണം. ജനങ്ങൾ വർഗീയമായി ചേരിതിരിഞ്ഞ് നിന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് BJP-യാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ഈ BJP-ക്കെതിരായി എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഒന്നിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാ മതത്തിലുമുള്ള പാവപ്പെട്ടവരുടെ ഐക്യമാണ് CPIM ആഗ്രഹിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പറയട്ടെ, അവര് വ്യക്തമാക്കട്ടെ. ആവശ്യപ്പെടാനാണ് തീരുമാനിക്കുന്നത്.
അല്ല, നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ കണ്ട ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അല്ല, ഇതിപ്പോ കാണല്ലേ, അവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും കണ്ടുകൊണ്ടിരിക്കും. അല്ല, നമ്മളിപ്പോ കണ്ടല്ലോ, അത്രേ നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമുക്കതിനെ കുറിച്ച് അറിയില്ല. അവർ കണ്ടു എന്ന കാര്യം ടി വിയിൽ നമ്മൾ കണ്ടു. അല്ല, കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കുന്ന അത്ര വേഗതയിൽ നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വയ്യ. അതിന് ഞാൻ പറഞ്ഞത്, വിവരം കിട്ടിയാലല്ലേ നമ്മളതിനെക്കുറിച്ച് പറയുക. നമ്മളിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ അറിയാണ്. സ്വാഭാവികമായിട്ടും അന്വേഷണ തൃഷ്ണ നമുക്കുണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ അതറിയുന്നു എന്നത് നല്ല ഒരു കാര്യം തന്നെ. അല്ല, അതിപ്പോൾ നിങ്ങൾ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ വളരെ മാന്യന്മാരായതുകൊണ്ട് അറിഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മോട് പറയൂ. നമ്മളത് മനസ്സിലാക്കിയ പോരെ. അല്ല, ഞാൻ ഇടക്ക് പറയാറുണ്ട്, നമ്മൾ നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സാങ്കല്പിക ചോദ്യം വന്നാൽ അതിന് നമ്മളൊരു ഉത്തരം നൽകുന്നത് അത്ര നല്ല ഒരു രീതിയല്ല. അതുകൊണ്ട് എന്നെ അതിൽ പെടുത്തരുത്. എനിക്കറിയാത്തൊരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കലാണ് ക്വസ്റ്റ്യൻ. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അത് സംബന്ധിച്ച് ജനതാദൾ എസ് നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ CK നാണു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് CPM നിലപാടില്ല. അവർ പറയുന്നുണ്ട് ഇങ്ങനെ, നമ്മൾ ഈ ഇടക്കാലത്ത് പത്രത്തൊക്കെ വായിച്ച അവരൊക്കെ ലയിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ള നല്ലതാണല്ലോ. അത് നമ്മൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സ്ഥിതിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഇപ്പോൾ നമ്മളതിൻ്റെ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് പ്രധാനം. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുണ്ട്, അത് ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാണ്. അത് വ്യതിരിക്തമായ രാഷ്ട്രീയമാണ്. ആ വ്യത്യസ്തമായ രാഷ്ട്രീയം നമുക്ക് ജനങ്ങളുടെ മുന്നിൽ അവർക്കറിയാം, ജനങ്ങൾക്കറിയാം ആ രാഷ്ട്രീയം എന്താണ്. ആ രാഷ്ട്രീയം സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ ഏറ്റവും ഫലപ്രദമായി വികസനത്തിനും സാമൂഹ്യ മുന്നേറ്റത്തിനും ഉപയോഗപ്പെടുത്തുക, ഭാവിയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്തുക, എല്ലാ മേഖലയിലുമുള്ളൊരു പുരോഗതി കേരളത്തിനുണ്ടാവുക, ആത്മവിശ്വാസത്തോടു കൂടി മലയാളിയും കേരളവും മുന്നോട്ട് പോവുക. ആ ദിശയിൽ വലിയൊരു കുതിച്ചുചാട്ടം കേരളം ദർശിച്ച ഒരു കാലമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മികവാർന്ന ഭരണനിർവഹണമുണ്ട് കേരളത്തിൽ. അതിപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് ഒരു പ്രസംഗം നടത്തി ഒരു അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് ഇല്ലാതാവാൻ പോകുന്നില്ല. ഇപ്പോൾ കൂട്ടമായിട്ട് ഞാനീ പറഞ്ഞ രാഷ്ട്രീയ ശക്തികളെല്ലാം ഒരുമിച്ച് വലിയ ആക്രമണം നടത്തിയില്ലേ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട്. നിങ്ങളല്ല, പക്ഷേ
നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വലിയൊരു പങ്ക് ഇവിടെ നടത്തുന്നുണ്ട്. എന്തെല്ലാം അഭ്യാസങ്ങളായിരുന്നു, എത്ര മണിക്കൂറുകളാണ്, എന്തെല്ലാം ചേരുവകളാണ്, എല്ലാം ചേർത്ത് ഇടതുപക്ഷത്തെ ഒതുക്കിക്കളയാം എന്ന് കരുതിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അവസാനം ഒതുക്കാൻ വന്നവരാണ് ഒതുങ്ങിപ്പോയത് എന്നതും കേരളം കണ്ടതാണ്. അപ്പോൾ എൻ്റെ ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കൾ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ഞാൻ കരുതേണ്ടതില്ല. നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ സീറ്റിൻ്റെ ചർച്ച വരിക. സാധാരണഗതി നോമിനേഷൻ തീയതി, അതിൻ്റെ ഡിക്ലറേഷൻ, അങ്ങനെയുള്ള സാങ്കേതികമായ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരുക്കം നമ്മുടെ സമൂഹത്തിൽ നടക്കും. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കും. വളരെ വേഗത്തിൽ തന്നെ മുന്നണി സീറ്റ് വിഭജനം പൂർത്തീകരിക്കും. നല്ല നിലയിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു തുടർ ഭരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. മിക്കവാറും നമുക്ക് ആ നിലയിലേക്ക് നീങ്ങാനും കഴിയും. അതൊക്കെ വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ ഒരു രീതി ഉണ്ട് പാർട്ടിയിൽ. അതനുസരിച്ച് നമ്മളങ്ങ് തീരുമാനിക്കും. നാളത്തെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലെയുള്ള കാര്യങ്ങളുടെ ഒരു കമ്മിറ്റിയല്ല. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അനുബന്ധമായി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളും ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങളിലേക്ക് പോകണം ചെയ്യും. അടുത്ത തവണ കാണുമ്പോൾ നമുക്കത് പറയാം. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കമന്റ് വന്നാൽ വേണ്ട, പോട്ടെ. അല്ല, ഈ വേണ്ട, അത് നമ്മൾ അവരിട്ടൊരു പേരിനോട് നമ്മളിപ്പോൾ ഒരു കമന്റ് വേണ്ട. അല്ല, ശ്രീ എം ഹസൻ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതോടെ ചരിത്രത്തിൽ കിടക്കട്ടെ. പോരെ? അവര് CPM സംസ്ഥാന സെക്രട്ടറി നല്ല ഒരു മാന്യനും വേണ്ടപ്പെട്ടവരുമാണ്, എന്നും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെല്ലാം മെച്ചമാണ് എന്നും പറയുമെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞാനൊരു ഒരു എന്താ ചെയ്യാൻ, ഞാനൊരു അത്രയും വിവരമില്ലാത്ത ആളാണെന്ന് ആൾക്കാർ പറയില്ലേ. അതൊക്കെ അവർ പറയും. അവരത് പറഞ്ഞ് നമുക്ക് വിഷമമുണ്ടാവില്ല. അവർ പറഞ്ഞോണ്ട് നമുക്കെന്താ, അവർ പറഞ്ഞുകൊണ്ട് ചെന്നിത്തല പറഞ്ഞു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, അല്ലെങ്കിൽ ലീഗ് പറഞ്ഞു, അതൊക്കെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളാണ്. അതിനെങ്ങനെ കണ്ടോ? നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ടാവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ പാർട്ടിയുടെ ഭാഗമായിട്ടാ. LDF എപ്പോഴും CPM വിശേഷിച്ചും അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങളോട് പറയുക. ആ രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തതയാണ് എല്ലായ്പ്പോഴും ഞങ്ങൾക്കുള്ളത്. രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാറില്ല. ഒരു നിലപാട് പറയുകയും മറ്റൊരു നിലപാട് നടപ്പിലാക്കുകയും ചെയ്യാറില്ല.
അതൊക്കെ UDF ശൈലിയാണ്, കോൺഗ്രസിന്റെ ശൈലിയാണ്. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഒരേ സമയം 2 വർഗീയ ചേരിയുമായിട്ട് അവര് കൂട്ടുകൂടി. അവർക്കതിൽ വിഷമില്ല. പിന്നെ അവരെ പോലെ തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, അവരത് കാണില്ല. ഈ കോൺഗ്രസ് ഇപ്പോ BJPയുമായി ഉണ്ടാക്കിയ സഖ്യം കണ്ടിട്ടേ ഇല്ല. അതാണ് അവരുടെ കാഴ്ച, അതാണ് അവരുടെ പ്രത്യേകത. എത്രയോ നൂറുകണക്കിന് നിയോജകമണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP സഖ്യം ഉണ്ടായി. കോൺഗ്രസ് BJP സഖ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി വോട്ടും ചെയ്തു, അതും ഇവിടെ നടന്നു. അപ്പൊ അവര് 2 കൂട്ടരും അങ്ങനെയായിരിക്കും. അതിൽ നമ്മൾ മറ്റൊരു തരത്തിൽ അവരിന്ന് പ്രതീക്ഷിക്കാനും കഴിയും. UDFന്റേത് ഒരു നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണ്, അവസരവാദപരമായ രാഷ്ട്രീയമാണ്. അതിനെ വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അതിലെ അപകടകരമായ ഭാഗത്തെയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ചൂണ്ടിക്കാട്ടിയ വിമർശനത്തിന് ഇതുവരെ വ്യക്തമായ മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി.